1-2 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ആലോചനയായിരുന്നു കേട്ടോ US-ലേക്കുള്ള ഒരു വെക്കേഷൻ. അവസാനം ഈ വർഷം സമ്മർ വെക്കേഷന് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടയ്ക്കുമ്പം പോവാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ 4 പേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ന്യൂംബർഗ് എയർപോർട്ടിൽ നിന്ന് രാവിലെ 8:15-നാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ്. ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ടായ ശ്രീനി രാവിലെ തന്നെ എത്തി. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ കയറ്റി ഞങ്ങൾ എയർപോർട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ US-ലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു US-ലെ പല സിറ്റീസും അത്ര സേഫ് അല്ലാന്ന്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോവേണ്ടുന്ന ഒരു സ്ഥലമാണ് US. രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. ഉടനെ തന്നെ ഞങ്ങൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തു. പിന്നെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതായതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മക്ഡൊണാൾഡ്സിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. പിന്നീട് അധികം താമസിയാതെ തന്നെ ബോർഡിംഗ് അനൗൺസ് ചെയ്തു. ആദ്യത്തെ ഫ്ലൈറ്റ് ന്യൂംബർഗിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലോട്ടായിരുന്നുകൊണ്ട് തന്നെ ചെറിയ ഫ്ലൈറ്റായിരുന്നു ഞങ്ങളുടേത്. ഈ 2 സീറ്റ് വീതം 2 നിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫ്ലൈറ്റിന്. ഒരു നിരയിൽ തന്നെ ഒരു സൈഡിൽ എൻ്റെ കുട്ടികളും മറു സൈഡിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് ഇരുന്നത്. അന്ന് വരെ ജർമ്മനിയിൽ നല്ല ചൂടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നതും മഴ പെയ്യാൻ തുടങ്ങി. പിന്നീട് അധികം താമസിയാതെ തന്നെ ഫ്ലൈറ്റ് പൊങ്ങി. ന്യൂംബർഗിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് വെറും 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര. അതുകൊണ്ട് ഈ ഫ്ലൈറ്റിൽ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ചോക്ലേറ്റ് മാത്രം അവർ തന്നു. ഫ്ലൈറ്റ് രാവിലെ ആയിരുന്നതുകൊണ്ടും പിന്നെ ഉറക്കം മതിയാവാതെ എൻ്റെ കുട്ടികളൊക്കെ നേരത്തെ തന്നെ എഴുന്നേറ്റതുകൊണ്ടും കയറിയ പാടെ എൻ്റെ മോളൊക്കെ അങ്ങ് ഉറങ്ങി. ഉടനെ തന്നെ ഫ്ലൈറ്റ് മാറി കയറേണ്ടതായതുകൊണ്ട് ഞങ്ങളാരും ഉറങ്ങിയില്ല. മൊബൈലിൽ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നു. അധികം താമസിയാതെ തന്നെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടെ ഇനി അധിക താമസമില്ല. 1 മണിക്കൂറിൽ തന്നെ അടുത്ത ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ഗേറ്റ് നമ്പർ കണ്ടുപിടിച്ച് ഇനി അവിടെ എത്തണം. ഫ്ലൈറ്റ് ചാർട്ട് നോക്കിയപ്പോൾ Z58 ആണ് ഞങ്ങളുടെ ഗേറ്റ്. അത് ഇതിൻ്റെ അങ്ങേ അറ്റത്താണ് കേട്ടോ. എത്ര സ്പീഡിൽ നടന്നാലും ഒരു 1/4 മണിക്കൂറെങ്കിലും എടുക്കും ആ ഗേറ്റിൻ്റെ അവിടെ എത്താൻ. പിള്ളേരൊക്കെ ആകെ ഉറക്കച്ചവടിലായിരുന്നു. എന്നാലും ഇവരെ എല്ലാം പിടിച്ച് വലിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ ഗേറ്റിൻ്റെ അവിടെ എത്തി. പോകുന്ന വഴിയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ എന്തോ അവിടെ ഒന്നും കയറി നോക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ആകെ അതിശയിച്ചു പോയിട്ടോ US-ലോട്ട് പോകാനുള്ള ആൾക്കാരെ കണ്ടിട്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇത്രയും ആൾക്കാരുള്ളതിൽ ഒരു അതിശയവും ഇല്ല. ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ബോർഡിങ്ങിന് അനൗൺസ് ചെയ്തു. ഞങ്ങൾ എക്കണോമിക് ക്ലാസ് ആയതുകൊണ്ട് പ്രയോറിറ്റി ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് പതുക്കെയാണ് ഞങ്ങൾ ബോർഡ് ചെയ്തത്. ഞങ്ങൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തപ്പം ഞങ്ങൾക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. മിഡിൽ റോ 4 സീറ്റ് വീതം ഉള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരുമിച്ചിരിക്കാൻ പറ്റി. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. യാത്ര തുടങ്ങിയ പാടെ ആദ്യം തന്നെ അവരൊരു സ്നാക്കും ജ്യൂസും തന്നു. അധികം താമസിയാതെ തന്നെ ആദ്യത്തെ മീൽ വന്നു. ചിക്കൻ അല്ലെങ്കിൽ പാസ്ത, ഈ 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ചിക്കനും പിള്ളേർ പാസ്തയുമാണ് വാങ്ങിച്ചത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഫുഡ്. തമ്മിൽ ഭേദം പാസ്തയായിരുന്നു കേട്ടോ. എൻ്റെ മോന് പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഓക്കെയാണ്. പക്ഷേ എൻ്റെ മോളുണ്ടല്ലോ തീരെ കഴിക്കില്ല. അതങ്ങോട്ട് കഴിയേണ്ട താമസം അവർ കോഫിയും മ്യൂസ്ലി ബാറും കൊണ്ടു തന്നു. ഇതെല്ലാം കഴിച്ച് വയറ് നിറച്ചതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് അടുത്ത മീലെത്തി. അതിന് പിന്നെ പ്രത്യേക ഓപ്ഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. റൈസും വെജിറ്റേറിയൻ തായ് കറിയുമായിരുന്നു ഫുഡ്. സാധാരണ എനിക്ക് തായ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉപ്പൊക്കെ തീരെ കുറവായിരുന്നു. പിന്നെ കിട്ടുന്ന ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ 11 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി.